നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് കാണാവുന്നതാണ്. ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതാവും. കൂടാതെ തന്നെ നമുക്കിടെ റീഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി കാണുന്നുവോ അത്രത്തോളം നമുക്ക് ഇതിനകത്തുള്ള പോസിറ്റീവ് എനർജികളെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ സാധിക്കുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന എനർജികൾ ഹീലായി പോവുകയും ചെയ്യും. പക്ഷേ അത് നമ്മളുടെ വിശ്വാസത്തെയും നമ്മുടെ ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മളിത് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണെന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് നമ്മുടെ വരാഹി ദേവിയുടെ മന്ത്രവും മണി അഫർമേഷൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണി ബ്ലോക്കേജിൽ നിന്നും തീർച്ചയായിട്ടും നമുക്കൊരു മാറ്റം കിട്ടുമെന്നത് 100% ഉറപ്പാണ്. മണി അഫർമേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതും നമ്മളുടെ ഒരു വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം അതിനെ പോസിറ്റീവായിട്ട് കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് മാറി കിട്ടുമെന്നത് 100% ഉറപ്പ് ഞാൻ നൽകുന്നു കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് നിങ്ങളിലെ എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളെ നിങ്ങൾ ആ ഹോൾഡ് ചെയ്തിരുന്ന കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് മാറ്റി വയ്ക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജി. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തു പൊയ്ക്കൊണ്ടിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അതിനെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് പോകാമെന്ന ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസിങ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ചെയ്ത് അതിനെ മുന്നോട്ടേക്ക് നയിക്കേണ്ടതായ ഒരു എനർജിയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആ ഒരു പല കാര്യങ്ങളെയും നിങ്ങളിൽ നിന്നും, അതായത് ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളാവാം, ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാവാം, എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ ഓവറായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് പോലെ അല്ലെങ്കിൽ ഓവർ റെസ്പോൺസിബിലിറ്റി പോലെ കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഒരു കാര്യത്തെ മാത്രം ഫോക്കസിങ് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിൽ കൂടുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനും ഒരു കാര്യത്തിൽ തന്നെ പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്യുക എന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരുപാട് ബ്ലോക്കിംഗ് ആയ എനർജി, അതുപോലെ ചില സാഹചര്യങ്ങളൊക്കെ ഓപ്പണിംഗ് ആവേണ്ട ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ അതിനെ തന്നെ ഫോക്കസിങ് ചെയ്തു പോയിരുന്നെങ്കിൽ ഒരു ടോക്സിക് ആയ ഒരു എനർജിയിൽ നിങ്ങൾ പെട്ട് നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു അൺഹെൽത്തി, അതായത് ഒരു ഓക്കെ അല്ലാത്തൊരു എനർജീനെയാണ് നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നത്. ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളെ, പ്രശ്നങ്ങളെയാണ് നിങ്ങൾ നയിച്ചിരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും മാറുക, ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിനി ആ ഒരു വിഷയം, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും മെയിനായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നു. ശരിക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടിയ എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ്, നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുയോജ്യമാവുന്ന ഒരു നീതി ലഭിച്ച ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾക്ക് കൊണ്ട് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ യാത്ര മുന്നോട്ടേക്ക് പോകത്തുമില്ല. ഇമോഷണലി നമുക്ക്
നമുക്കൊരു ബാലൻസ് ഉണ്ടാവത്തുമില്ല, നമുക്ക് ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താനും പറ്റുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മാറുന്നു, അതായത് നിങ്ങൾ ഒരു കാര്യം മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കാമെന്ന ഒരു സ്ട്രോങ് ആയ എനർജിയിൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ പാകത്തിനും കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങളെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും തുറന്നു പറയേണ്ടടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെ തുറന്ന് പറയാനും തുറന്ന് കാണിക്കേണ്ട പല സിറ്റുവേഷൻസിലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഓപ്പൺ മൈൻഡിലേക്കും നിങ്ങൾ വന്നു ചേരുന്ന ഒരു എനർജിയിൽ എത്തിയതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിക്കഴിഞ്ഞു. പ്രതികരിക്കുക എന്ന ഒരു പ്രതികരിക്കുക, വേണ്ടടുത്ത് ആ ഒരു രീതിയിൽ പ്രതികരിക്കുക, വേണ്ടാത്തതിനെ വേണ്ട എന്ന് പൂർണ്ണമായി വെക്കുക എന്ന ഒരു സ്ട്രോങ് എനർജിയിൽ നിങ്ങൾ വന്ന് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടു ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. കാർമിക്കായ കുറേ കാര്യങ്ങളെയാണ് നിങ്ങളിപ്പം എൻഡിങ് ആക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എനർജിയിൽ നിന്നും നിങ്ങൾ ഹീലാക്കിയിരിക്കുന്നത്, അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നത് ചില ടോക്സിക്കായ എനർജികളെ ആയിരുന്നു എന്ന് നമുക്ക് കിട്ടിയതുപോലെ തന്നെ കാർമിക് എനർജി, അതായത് ടോക്സിക് മീൻസ് കാർമിക് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു എനർജീനെയാണ് നിങ്ങൾ ഹീലാക്കി കളഞ്ഞിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഒരുപാട് ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരു എനർജീനെയാണ്, ആ സിറ്റുവേഷൻസുകളെയാണ് നിങ്ങൾ ഹീലാക്കിയിരിക്കുന്നതെന്നാണ് കാണുന്നത്. അതായത് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നു. പാസ്റ്റിലെ തൊട്ടുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾ ഹോൾഡ് ചെയ്ത് മുന്നോട്ടേക്ക് നിങ്ങളെ, അതായത് ചിലപ്പോൾ മാനസികമായി പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുകയും വിഷമം അനുഭവിക്കുകയൊക്കെ ചെയ്ത പല കാര്യങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഹീലാക്കി കളയാൻ പറ്റുന്ന ഒരു എനർജിയിൽ ഇപ്പം നിങ്ങൾ വന്ന് നിൽക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഒരു ബാലൻസ് കിട്ടുന്നു. അതായത് ഒരുപാട് നെഗറ്റീവായ ഊർജ്ജങ്ങളെ നിങ്ങൾ ഹീലാക്കി നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നു. മാത്രവുമല്ല നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ ഒരു ചിന്ത, നാളെ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം, ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഗ്രോത്താണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് പ്രോഗ്രസ് കിട്ടുമെന്നത് 100% ഉറപ്പാണ്. അതായത് നിങ്ങൾക്ക് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഇന്നത്തെ ദിവസം ബാലൻസിലാക്കാൻ പറ്റുന്നു. ടോക്സിക്കായ എനർജികളെ എല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഹീലാക്കി കളയാനും സാധിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ദ ഹയറോഫൻ്റ് ആണ് കേട്ടോ. ചില വ്യക്തികളിലേക്കൊക്കെ ചില കാര്യങ്ങൾ, അതായത് സ്റ്റക്കായിട്ട് നിന്നിരുന്ന നിങ്ങൾക്ക് നാളെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹം പോലുള്ളത്, അല്ലെങ്കിൽ കരിയർപരമായ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ഇൻറ്റ്യൂഷനൊക്കെ നല്ല പോസിറ്റീവായിട്ട് നല്ല ബ്രൈറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് എത്തിച്ചേരുന്ന കുറേ ആളുകളുടെ എനർജികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം റിലാക്സ് ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് പെരുമാറാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാത്ത ചില സന്തോഷങ്ങളുടെ ഒരു സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ വിവാഹ കാര്യങ്ങളെ സംബന്ധിച്ച് ചില തീർപ്പ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പൂർണ്ണതയിലെത്താൻ പറ്റുന്ന ചില ന്യൂസ് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും, അതുപോലെ തന്നെ നാളെക്കുറിച്ച് ഫ്യൂച്ചറിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന ഒരു ഗുഡ് ന്യൂസ്, ചിലപ്പോൾ ഡിലേ ആയിട്ടിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് വരുന്ന എനർജിയാണ് കിട്ടുന്നത്. ശരിക്കും മതിമറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അത് ഫിനാൻസ് സംബന്ധമായിട്ടായിക്കോട്ടെ, ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിരുന്നത് നിങ്ങൾക്കതിൻ്റെ ഇരട്ടിയായിട്ട് ലഭിക്കാനുള്ള മാർഗങ്ങൾ ഓപ്പണിംഗ് ആകുന്നു എന്ന എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫൈറ്റിംഗ് എനർജിയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫൈറ്റിംഗ് എനർജി, അത് ഏത് മേഖലയായിക്കോട്ടെ, നിങ്ങളൊരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിന്നിരുന്നെങ്കിൽ, ആരെങ്കിലുമായിട്ട് ഇമോഷണലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ഒരു മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു വിന്നർ ആവാൻ, അതിനകത്ത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സക്സസ് വരുന്നു എന്നാണ് കാണുന്നത്. അതും നിങ്ങളുടെ ലൈഫിലെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഫിനാൻഷ്യലിയും കരിയർപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ഇമോഷണലിയും നിങ്ങൾക്കിന്ന് വളരെയധികം സക്സസ്, അതായത് ഒരു പൂർണ്ണത, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്ന ദിവസമാണ്. ഇതിനകത്ത് വളരെ ഹാപ്പിനെസ്സോടുകൂടി നമുക്ക് ഫീലിംഗ് ചെയ്യുന്ന, അതായത് സെൽഫ് കോൺഫിഡൻസ് ലഭിക്കുന്ന, നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന ചില കാര്യങ്ങളിൽ, അതായത് ഇരയാക്കപ്പെട്ട ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് വരുന്ന, നിങ്ങൾ ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജിയിൽ ഇന്ന് നിങ്ങൾ വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത്.
ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കേട്ടോ. മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഔദാര്യം നേടുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടിലൂടെ മുമ്പോട്ട് ഫിനാൻഷ്യലി ആയ കാര്യങ്ങളിൽ നിങ്ങൾ പോകേണ്ടി വന്നിരുന്നുവെങ്കിൽ, സാമ്പത്തികമായ കാര്യത്തെ നിങ്ങൾ വളരെയധികം ഫോക്കസിങ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ലോൺ സംബന്ധമോ എന്ത് കാര്യത്തിനായിക്കോട്ടെ, സാമ്പത്തികമായ ഒരു കാര്യത്തിൽ നിങ്ങളൊരു ഫോക്കസിങ് ചെയ്ത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലെ പ്രാർത്ഥനയോ വഴിപാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ, അത് നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിക്കോട്ടെ, നിങ്ങളുടെ ഒരു കുടുംബത്തെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്നതെങ്കിൽ, വിദ്യാഭ്യാസപരമായിട്ടോ കരിയറിനായിട്ടോ എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലോണ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വായ്പ വാങ്ങുക എന്നൊക്കെ എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലൊരു ആഘോഷത്തിന്, വിവാഹം പോലുള്ളതോ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനോ ഒക്കെ നിങ്ങൾ ഫിനാൻസിന് വേണ്ടിയിട്ട് ഫോക്കസിങ് ചെയ്തിരുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു സന്തോഷം, അതിൻ്റെ ആ ഒരു മാർഗം പോസിറ്റീവായ ഒരു റിസൾട്ട് ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ട്രെങ്താണ്, വളരെ ശക്തമായിട്ട് വളരെയധികം ധൈര്യത്തോടു കൂടി ഇന്ന് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. കാരണം നിങ്ങൾ ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മറ്റാരൊക്കെ വാച്ചിങ് ചെയ്യുന്നു, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ വളരെയധികം സ്ട്രെസ് അനുഭവിച്ച പല കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവുക എന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്ന കാര്യമായിക്കോട്ടെ, അതായത് ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ നമ്മുടെ മനസ്സിനെ മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റാതെ നമ്മളെ സ്റ്റക്കാക്കി നിർത്തുന്ന ചില എനർജികളുണ്ട്. ആ എനർജികളെ എല്ലാം ഇന്ന് നിങ്ങൾക്ക് ശക്തമായിട്ട് നേരിടാൻ പറ്റുന്നു, വളരെ സ്ട്രോങ് എനർജിയിലേക്ക് പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. 8 ഓഫ് സോഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് പെയിൻഫുള്ളായ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസ വഞ്ചന നിങ്ങൾക്ക് സംഭവിച്ചുവെങ്കിൽ, നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ഫോക്കസിങ് ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസ വഞ്ചന ലഭിച്ചിരുന്നുവെങ്കിൽ, അതൊരു ഗൈഡൻസ്, തെറ്റായ ഒരു ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ്. നിങ്ങൾക്കൊരു കറക്റ്റായിട്ടൊരു മുന്നേറ്റമില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാത, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു പാത നിങ്ങൾക്ക് സ്റ്റക്കായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാത്ത വിധം നിന്നുപോയി എങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട്. ഒരു ഭയപ്പെട്ടിരുന്ന എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു. കാരണം വളരെയധികം ഒരു ഭയത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്റ്റക്നെസ്, നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗൈഡൻസ് കറക്റ്റ് അല്ലായിരുന്നു എന്നാണ് കാണുന്നത്. മറ്റാരുടെയെങ്കിലും വാക്കിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് കാര്യമാണോ ചെയ്തിരുന്നത്, അവിടെ നിങ്ങൾക്കുണ്ടായ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾക്ക് മൂവ്മെൻറ്റ്സ്, അതായത് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നു. ഒരു പ്രതീക്ഷയുടെ നിമിഷങ്ങൾ ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് കാണുന്നത്. അത് കരിയർ പരമായ ഒരു കാര്യത്തിലാണ് കേട്ടോ. നിങ്ങൾക്കൊരു ചതി അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് സംഭവിച്ചത്, നിങ്ങൾ ശരിക്കും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതൊരു വിദേശ യാത്ര പോലുള്ള, അല്ലെങ്കിൽ മറ്റ് ജോലിയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്ന് കിട്ടിയ ഒരു ഗൈഡൻസ് ആയിരിക്കും നിങ്ങളെ വളരെയധികം ഭയത്തിലേക്ക് തള്ളിയത്. ചിലപ്പോൾ ഫിനാൻസ് സംബന്ധമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ആ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അതാണ് നിങ്ങൾ അത്രത്തോളം ഭയം അനുഭവിക്കേണ്ടി വന്നു എന്ന് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു പ്രതീക്ഷയ്ക്കുള്ള വഴിയുണ്ട് കേട്ടോ. മാറ്റമാണ് വരുന്നത്. ശരിക്കും ഒന്ന് ഫോക്കസിങ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുപോലെ അതിൽ നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നിൽ കൂടുതൽ ചോയ്സ് വരാൻ ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രം വേണം അത് നിങ്ങൾ കൈകാര്യം ചെയ്യാനെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചോയ്സ് പോലെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ വെല്ലുവിളികളാണ്. നിങ്ങളത് കറക്റ്റ് ചെയ്ത് ചൂസ് ചെയ്യുക. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് കണക്ക് കൂട്ടി മാത്രം ഒരു തീരുമാനം എടുക്കൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കേട്ടോ. ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ബ്ലോക്കേജുകൾ മാറുന്നുണ്ട് കുറേ വ്യക്തികളിൽ. കാരണം വളരെയധികം മടുത്ത് ഉപേക്ഷിച്ചൊരു എനർജിയിൽ, ഫിനാൻസിനെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളെ പൂർണ്ണമായും അതിനു വേണ്ടിയിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ മടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ കൈവിട്ട് കളയും അല്ലേ.
ഇനി അത് വേണ്ട, അത് ഉപേക്ഷിക്കുന്ന ഒരു എനർജിയിൽ വന്നു നിന്ന വ്യക്തികളിലേക്കാണ് ഫിനാൻസിൻ്റെ ഒരു എനർജി കടന്നു വരുന്നത്. അത് നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും ഫാമിലിയെ നല്ല ഒരു സന്തോഷം, അത് കൺട്രോളിങ് പവറിൽ, നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കാണ് പോകുന്നതെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഫിനാൻസ് സംബന്ധമായിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഫിനാൻഷ്യലി ഇന്ന് വളരെ പോസിറ്റീവായ ഒരു എനർജികളാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഫിനാൻഷ്യൽ ബ്ലോക്കേജ്, ഫിനാൻഷ്യലി നഷ്ടങ്ങൾ വന്നവർക്കൊക്കെ ഇന്ന് അതിൽ നിന്നും ഒരു മാറ്റം, ഒരു പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് കാണുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടി ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഭാഗ്യത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. 3 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു തുടക്കം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതായത് മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് തടസ്സങ്ങളോടുകൂടി, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ്, ടീം വർക്ക് ചെയ്ത് പാർട്ട്ണർഷിപ്പിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നിന്നിരുന്നവർക്ക് അതിനകത്തൊരു വിജയമില്ലാതെ സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നെങ്കിൽ, അതിനകത്ത് ഫിനാൻസ് ആണെങ്കിലും അതിനകത്ത് ഫ്യൂച്ചറിലേക്ക് പോകാത്ത വിധം ആ ഒരു വർക്കാണെങ്കിലും സ്റ്റക്കായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഒരു പുതിയ തുടക്കം വരുന്ന, അതായത് ഒരു മാറ്റം, ഒരു ഫയർ എനർജിയോടുകൂടി കാര്യങ്ങളെ നീക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ തർക്കങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കിടയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ സ്വരച്ചേർച്ചയില്ലായ്മ വന്നാൽ നിങ്ങൾ സൈലൻ്റ് ആവുക കേട്ടോ. കാരണം അവിടെ ഒരു വലിയ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് കാണുന്നുണ്ട്. അതൊരു തകർച്ചയ്ക്ക്, പൂർണ്ണമായി അത് ബന്ധങ്ങളുടെ തകർച്ചയാവാം, അതല്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളുടെ തകർച്ചയ്ക്ക് ഒരു കാരണമായേക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ആരായിട്ടാണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ സൈലൻ്റ് ആവുക. ഒരിക്കലും അവിടെ എതിർക്കാനോ മത്സരിക്കാനോ നിൽക്കണ്ട. അതിൻ്റെ സമയം നമുക്ക് വരും. അപ്പം ആ ടൈമിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ വളരെയധികം ജാഗ്രതയോടുകൂടി ചില വ്യക്തികൾ ഫിനാൻസിനെ കൈകാര്യം ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഒരു ബന്ധം ഇന്ന് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി വരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും കേട്ടോ. വളരെയധികം സാറ്റിസ്ഫാക്ഷനും സന്തോഷവും വരുന്ന ഒരു എനർജി, അതായത് ഒരു വിവാഹത്തിൻ്റെയൊക്കെ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനു വേണ്ട ചില മാർഗങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് നൽകുന്നു. പിന്നെ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കുറേ വ്യക്തികളെ കുറിച്ച് നിരാശയും ദുഃഖമൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാലം അനുകൂലമല്ല, നിങ്ങളുടെ സമയം കറക്റ്റ് അല്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ഫിനാൻഷ്യൽ ലോസ് വന്നതിനെ ഓർത്തും, അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റക്നെസ്, അതുപോലെ ഇമോഷണലി നിങ്ങളൊരു ആക്ഷൻ, അതായത് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി എന്തെങ്കിലും ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾക്കൊരു ലോസ് വന്നതായിട്ടും അതിൽ വളരെയധികം ഒറ്റപ്പെടലും നിരാശയും അനുഭവിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സമയം കറക്റ്റ് അല്ലാഞ്ഞിട്ടാണ്. അത് യൂണിവേഴ്സലിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ഒരു നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കുക. അത് മാറാൻ പോവുകയാണ്. 10 ഓഫ് സോർട്സ് ആണ്. ആ ഒരു കാർമിക് എനർജി നിങ്ങൾക്ക് അവസാനിക്കുന്നു. ഒരു പുതിയ തുടക്കം, ഫ്യൂച്ചറിലേക്ക് വേണ്ടി കരിയർ പരമായിട്ടൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഇന്നെന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്, നിങ്ങളുടെ ജീവിതത്തെ പ്രോഗ്രസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇന്നത്തെ ദിവസം ഇറങ്ങിത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയൊരു സക്സസ്, ഒരു മാറ്റം, ഒരു പുതിയ തുടക്കമാണ്. അത് വളരെയധികം ഒരു ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സാഹചര്യം, അതായത് ആ ന്യൂ പാത്ത് നിങ്ങൾക്ക് പൂർണ്ണമായും പോസിറ്റീവായി തന്നെയാണ് യൂണിവേഴ്സ് ഇന്ന് ഒരുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാലം അനുകൂലമല്ലായിരുന്നു എന്ന എനർജി എൻഡിങ് ആകുന്നു. നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലും നിരാശയും, നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾക്ക് പറ്റിയ ചില നഷ്ടങ്ങളെ എല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള സമയമായി കഴിഞ്ഞു. ആ ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കർമ്മ എനർജി എൻഡിങ് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത്. 8 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഇച്ചിരി ഡിലേ വരുന്നുണ്ട് കേട്ടോ. അതായത് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ, അതായത് എനിക്കിത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ന്യൂസിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ്, ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ നാളുകളായിട്ടുള്ള ഒരു യാത്രയ്ക്ക്, ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ചെയ്ത് പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നെങ്കിൽ ആ ഒരു കാര്യമാണ് കുറച്ച് ഡിലേ ആകുമെന്ന് കാണിക്കുന്നത്.
പറയുന്നത് ഒന്നും കൂടി വെയിറ്റിംഗ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻ കടന്നു വരും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ പെട്ടെന്ന് അത് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒരു ഡിലേ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ന്യൂസ് കുറച്ച് ഡിലേ ആകുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്കിന്ന് അതിനുള്ള ഒരു ആൻസർ കിട്ടും കേട്ടോ. അതുപോലെ ഒരുപാട് ഹാർട്ട് ബ്രോക്കാണ്, ഒരു ചീറ്റിംഗ് എനർജിയിൽ പെട്ടുപോയ വ്യക്തികൾക്ക്, അതായത് ഇമോഷണലി നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു. അതായത് ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു പേഴ്സണ്, നിങ്ങളെ ചീറ്റിംഗ് ചെയ്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു വ്യക്തിക്ക് അവർക്ക് ജസ്റ്റിസ് നേരിടേണ്ടതായിട്ട് വരുന്നത് നിങ്ങൾക്കിന്നത് അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിലെയും പ്രസൻറ്റിനെയും നിങ്ങൾക്കിന്ന് ശരിക്കും ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു എനർജിയാണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ ലൈഫ് രീതികളെ എല്ലാം നിങ്ങൾക്കിന്ന് വളരെയധികം ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇമോഷണലി നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇന്നൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.